ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റി റെസിപ്പിയാണ്. ചിക്കനും വെജിറ്റബിൾ എല്ലാം കൂടി ബേക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അധികം മസാലയോ സ്പൈസിയോ ഒന്നും ഇല്ലാതെ വളരെ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിന് പറ്റിയ നല്ലൊരു സിമ്പിൾ റൈസ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് 4 കഷ്ണമാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി ചെറുതാക്കിയിട്ടില്ല. എന്നിട്ട് ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതാക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ 4 കഷ്ണമാക്കി മുറിച്ച് നന്നായിട്ട് തന്നെ വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ അറബിക് മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവില്ലാത്തതാണ് കേട്ടോ, കാശ്മീരി ചില്ലിയാണ്. പിന്നെ 1 നാരങ്ങയുടെ നീര്, 1 മാഗി ക്യൂബ് പൊടിച്ചത് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ ഒലീവ് ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ട് പരട്ടി കൊടുക്കാം. വേറെ അധികം മസാലകളോ ഒന്നും ചേർക്കുന്നില്ല, നമ്മൾ ഇത്രയും മാത്രമാണ് ചേർക്കുന്നത്. അപ്പം എല്ലായിടത്തേക്കും നന്നായിട്ട് പരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണ്ടേ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണോ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, 1/2 ടീസ്പൂൺ അറബിക് മസാലയും, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് പെരിഞ്ജീരകവും നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ട് പരട്ടി കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ട്രേയിലാണ്. നമ്മുടെ കേക്കിൻ്റെയൊക്കെ ട്രേ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും എടുത്ത് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കൂടി ഇട്ട് നിരത്തിയിട്ട് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ ഒലീവ് ഓയിൽ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിതൊരു 280 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് ബസ്മതി റൈസ് കുതിർത്തി വാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും 1/4 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സവാള അരിഞ്ഞതും 2-3 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സ്പൈസസ് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുതിർത്തി വാരി വെച്ചിരിക്കുന്ന റൈസ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
1/4 ടീസ്പൂൺ നമ്മുടെ അറബിക് മസാലയും ഒരു മാഗി ക്യൂബ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല പഴുത്ത ഒരു തക്കാളി അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി ഇതേപോലെ വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്ത് ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മളുടെ റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഒട്ടും അടി പിടിച്ചിട്ടില്ല. നല്ല ഫ്ലേവറാണ്. തുറന്നപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. മാഗി ക്യൂബും അറബിക് മസാലയൊക്കെ ചേർത്ത കാരണം നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ഒരു പ്ലേറ്റ് കൂടി എടുത്ത് വെച്ചിരുന്നു, അപ്പം അതിൻ്റെ ഇതൊന്നും പോകാതിരിക്കാൻ. കണ്ടോ, നല്ല അടിപൊളിയായി ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ റെസിപ്പി നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഇതിനകത്തേക്ക് നിങ്ങളുടെ കയ്യിലുള്ള ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം ഇതിലൊട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മൾ. എന്നാലും ചിക്കനും വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലൊരു ജ്യൂസി റെസിപ്പിയാണ്. കണ്ടോ, ഇത് ചോറിൻ്റെയൊക്കെ കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു തവണയെങ്കിലും. അധികം മസാലയോ എരിവൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഇങ്ങനെയുള്ള റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. മാസ്ക് ഒന്നും ഇല്ലാതെ ആരും പുറത്ത് പോകരുത്. ആരോഗ്യമൊക്കെ സൂക്ഷിക്കണം. അപ്പോൾ ഇനി നമുക്ക് പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.